മൂന്നാഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വൺ പീസിൻ്റെ പുതിയ ചാപ്റ്ററിൻ്റെ സ്പോയിലർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയായിരുന്നു വൺ പീസിൻ്റെ പുതിയ ചാപ്റ്റർ ഇറങ്ങാൻ. കാരണം നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ എൻഡായിരിക്കുന്ന അത്രയ്ക്ക് ഹൈപ്പുള്ളൊരു സ്ഥലത്തായിരുന്നു. നമ്മുടെ ലൂഫി നമ്മുടെ ലോക്കീനെ ഗിയർ 4 അറ്റാക്ക് ചെയ്യാൻ പോകുന്നൊരു സ്ഥലത്തായിരുന്നു കഴിഞ്ഞ ചാപ്റ്റർ അവസാനിച്ചിരുന്നത്. അതിനുശേഷം നമ്മുടെ വൺ പീസ് ആകട്ടെ 3 ആഴ്ചത്തെ ബ്രേക്ക് എടുക്കുകയും ചെയ്തു. അപ്പോൾ പുതിയൊരു ചാപ്റ്റർ ഇറങ്ങാൻ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. ചാപ്റ്റർ ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടില്ല, ഇപ്പോൾ അതിൻ്റെ സ്പോയിലേഴ്സ് മാത്രമാണ് വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് സ്പോയിലേഴ്സ് എന്താണെന്ന് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ലോക്കി ആകട്ടെ നമ്മുടെ ലൂഫിയുടെ അറ്റാക്ക് ഒഴിഞ്ഞ് മാറുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പാകട്ടെ നമ്മുടെ ലൂഫിക്ക് കുറേ ഓഫേഴ്സൊക്കെ നൽകിയിരുന്നു. നമ്മുടെ ഏത് പൈലറ്റ് ക്രൂവിനെ വേണമെങ്കിലും താൻ ഡിഫീറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് കുറേ ഓഫർ കൊടുത്തിരുന്നു. പക്ഷേങ്കിൽ നമ്മുടെ ലൂഫിയാണെങ്കിൽ അതൊന്നും കേട്ടവരാക്കിയില്ല. എന്നിട്ട് നമ്മുടെ ഗിയർ 5 ഷാങ്സിനെ പറഞ്ഞതും ഗിയർ 4 ഇട്ട് നമ്മുടെ ലോക്കീനെ അറ്റാക്ക് ചെയ്യാണ് ഉണ്ടായത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ എൽബാഫിൻ്റെ ഒരു സെൻറ്ററാണ്. ലൂഫി അവിടെ നിന്ന് പോയി നമ്മുടെ എൽബാഫ് ഐലൻഡിൻ്റെ ഒരു നടുഭാഗത്ത് എത്തിയിട്ടുണ്ട്. പിന്നീട് നമ്മുടെ അവിടെയുള്ള ജയൻസ് നമ്മുടെ ഫേക്ക് ലോക്കീനെയും തപ്പി ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ലൂഫിയൊക്കെ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അവർക്കറിയില്ല നമ്മുടെ ലൂഫിയുടെ ഫ്രണ്ട്സാണ് അവരൊക്കെ എന്ന്. അതുകൊണ്ട് ലൂഫിയും ക്രൂമേറ്റ്സും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ ഈ ചാപ്റ്ററിൽ എടുത്തു പറയാനായിട്ട് വേറൊന്നും പ്രത്യേകിച്ചില്ല. നമ്മുടെ ഒരു മിസ്റ്റീരിയസ് ഫിഗർ പുതിയൊരു ക്യാരക്ടർ വരാൻ പോകുന്നുണ്ട്. അതാണ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തായി കാണിക്കുന്നത്. ഒരു പുതിയ ക്യാരക്ടർ, ഒരു ഷാഡോയി ഫിഗർ നമ്മുടെ ലൂഫിയുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതാരാണെന്ന് റിവീൽ ചെയ്തിട്ടില്ല. അതാരായിരിക്കും എന്ന് നമുക്ക് എന്തായാലും അടുത്ത ചാപ്റ്ററിൽ അറിയാൻ പറ്റും. നമ്മുടെ ചാപ്റ്റർ ഇതുവരെ ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടുമില്ല. ചാപ്റ്റർ ഫുള്ളായിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ചാപ്റ്ററിനെ കുറിച്ചുള്ളൊരു ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് ഇത്രമാത്രം ലീക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇത്രമാത്രം പറഞ്ഞത്. ആ ഷാഡോയി ഫിഗർ ആരാണെന്നോ എന്താണെന്നോ ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. നമുക്ക് എന്തായാലും അറിയാം നമ്മുടെ ലോക്കീനൊക്കെ കാണിച്ചത് ഏതവസ്ഥയിലായിരുന്നു. ലോക്കി കായുടെ ഇവരൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുമ്പോൾ ഒരു ഷാഡോയി ഫിഗറായിട്ടല്ലേ കാണിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇപ്പോഴും കാണിച്ചിരിക്കുന്ന ക്യാരക്ടറിൻ്റെ ഇത് വേറെ രൂപമാണ്. കാണിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ ലോക്കിയെ കാണിച്ച അവസ്ഥ നമുക്കറിയാം, അതുപോലെ തന്നെ കായഡോനെ കാണിച്ച അവസ്ഥ നമുക്കറിയാം. നിങ്ങൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി നമുക്ക്. ഓക്കെ, ബൈ ബൈ.